കർത്താവിൽ പ്രിയരെ, ഇന്ന് വലിയ നോമ്പിൽ 14-ാം ദിനം. ശുദ്ധീകരണം എന്നതാണ് ധ്യാന വിഷയം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുമായി സ്വകാര്യ സംഭാഷണത്തിന് അവസരം ലഭിച്ച അമേരിക്കക്കാരനായ ഒരു പുരോഹിതൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അനുഭവം ഇപ്രകാരമാണ്. അദ്ദേഹം മാർപ്പാപ്പയോട് പറഞ്ഞു, പിതാവേ, എന്നോടൊപ്പം പൗരോഹിത്യം സ്വീകരിച്ച ജിം എന്ന ഒരാളെ ഞാൻ ഇന്ന് കണ്ടു. അദ്ദേഹം ഇവിടുത്തെ ദേവാലയ പടവുകളിലിരുന്ന് ഭിക്ഷ യാചിക്കുകയാണ്. അങ്ങ് ഫാദർ ജിമ്മിനു വേണ്ടി പ്രാർത്ഥിക്കണം. മാർപ്പാപ്പ സമ്മതപൂർവം തലയാട്ടി. സന്ദർശകരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പ കൊടുത്തയച്ച ഒരു കവർ പാപ്പയുടെ സെക്രട്ടറി അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അന്ന് മാർപ്പാപ്പയോടൊപ്പം അത്താഴത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള 2 ടിക്കറ്റുകളായിരുന്നു അതിൽ. അതോടൊന്നിച്ച് ഒരു കുറിപ്പും, ഫാദർ ജിമ്മിനെയും ഒപ്പം കൂട്ടുക. വിവരമറിഞ്ഞ ഫാദർ ജിം നടുങ്ങി വിറച്ചു. പോകാൻ വിസമ്മതിച്ചു. എങ്കിലും സ്നേഹിതന്റെ നിർബന്ധത്തിന് വഴങ്ങി സമ്മതിച്ചു. അങ്ങനെ കുനിഞ്ഞ ശിരസോടെ, വിറയ്ക്കുന്ന പാദങ്ങളോടെ ആ വൈദികനൊപ്പം ഫാദർ ജിം രാത്രി മാർപ്പാപ്പയുടെ അരമനയിലെത്തി. മാർപ്പാപ്പയും കർദിനാൾമാരുമൊക്കെ ഇരുന്നിരുന്ന ആ മേശയിൽ അയാൾ ചുരുണ്ടുകൂടിയിരുന്നു. അത്താഴത്തിനിടയിൽ മാർപ്പാപ്പ പതുക്കെ എഴുന്നേറ്റു. ഫാദർ ജിമ്മിനെ വിളിക്കാൻ സെക്രട്ടറിയോട് പറഞ്ഞിട്ട് അടുത്തുള്ള മുറിയിലേക്ക് നീങ്ങി. ഉത്കണ്ഠയോടെ ഫാദർ ജിം സെക്രട്ടറിയുടെ ഒപ്പം ചെന്നു. മുറിയുടെ വാതിലടഞ്ഞു. അവർ തിരികെ എത്താൻ വൈകുന്നത് കണ്ട് അത്താഴത്തിനിരുന്നവർ അമ്പരന്നു. ഏതാണ്ട് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. കണ്ണീരിൽ സ്ഫുടം ചെയ്ത മുഖത്തോടെ ഫാദർ ജിമ്മും നനഞ്ഞ മിഴികളോടെ മാർപ്പാപ്പയും. വിരുന്ന് കഴിഞ്ഞ് മടങ്ങുമ്പോൾ സ്നേഹിതൻ ഫാദർ ജിമ്മിനോട് ചോദിച്ചു, നിങ്ങൾ അവിടെ എന്തെടുക്കുകയായിരുന്നു? കരച്ചിലടക്കിക്കൊണ്ട് ഫാദർ ജിം പറഞ്ഞു, മുറിയിൽ ചെന്നപാടെ പരിശുദ്ധ പിതാവ് എന്നോട് ചോദിച്ചു, ഫാദർ ജിം, താങ്കൾ എൻ്റെ കുമ്പസാരം കേൾക്കുമോ? ഞാൻ നിലവിളിയോട് പറഞ്ഞു, അങ്ങ് എന്താണ് പറയുന്നത്? ഞാൻ വെറുമൊരു യാചകനാണ്. ഞാനും ഒരു യാചകനാണ്. ദൈവത്തിൻ്റെ മുൻപിൽ അനുനിമിഷം കൈ നീട്ടുന്ന യാചകൻ, മാർപ്പാപ്പ പറഞ്ഞു. പക്ഷേ ഞാനിപ്പോഴൊരു പുരോഹിതനല്ലല്ലോ. ഞാൻ വിസമ്മതം അറിയിച്ചു. പൗരോഹിത്യം നിത്യമായ ഒരു കൂദാശയാണ്. ഒരിക്കൽ വൈദികനായിരുന്നയാൾ എന്നും ഒരു വൈദികൻ തന്നെയാണ്, മാർപ്പാപ്പ പറഞ്ഞു. ഞാനിപ്പോൾ പുരോഹിത വൃത്തിക്ക് പുറത്താണ്, പാപിയാണ്. ഫാദർ ജിം കരയാൻ തുടങ്ങി. റോമിൻ്റെ മെത്രാനും മാർപ്പാപ്പയും എന്ന നിലയിൽ ഞാൻ താങ്കളുടെ വിലക്ക് നീക്കുന്നു. ഈ നിമിഷം മുതൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് യോഗ്യനാണ് ഫാദർ ജിം എന്ന് പറഞ്ഞ് മാർപ്പാപ്പ കരങ്ങൾ നീട്ടി അനുഗ്രഹിച്ചു. പിന്നെ പരിശുദ്ധ പിതാവ് ഫാദർ ജിമ്മിനു മുൻപിൽ മുട്ടിന്മേൽ നിന്നു. എളിമയോടെ ആ മഹാപുരോഹിതൻ തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. ഫാദർ ജിം മാർപ്പാപ്പയ്ക്ക് പാപമോചനം നൽകി. ഒട്ടും വൈകിയില്ല. ഫാദർ ജിം പാപ്പയുടെ മുൻപിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ചോദിച്ചു, ഇനി അങ്ങന്റെ കുമ്പസാരം കേൾക്കുമോ? പരിശുദ്ധ പിതാവ് സമ്മതിച്ചു. നിലവിളിയോടെ ഫാദർ ജിം തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. അനേക വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കുമ്പസാരം. പിന്നെ ഫാദർ ജിമ്മിനെ റോമിലെ ബസിലിക്കയിൽ ഭിക്ഷാടകർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ ചെയ്യുവാൻ മാർപ്പാപ്പ നിയമിച്ചു. വിശുദ്ധരുടെ നിരയിലേക്ക് ഉയർത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എത്ര വലിയ വിശുദ്ധനാണെന്നറിയാൻ വേറെ തെളിവുകളൊന്നും ആവശ്യമില്ലല്ലോ. മാപ്പർഹിക്കാത്ത ഒരു അപരാധവും ആരും ചെയ്തിട്ടില്ലെന്നും എല്ലാവരും മാപ്പ് ആവശ്യമുണ്ടെന്നും ഇതിലും മനോഹരമായി ഒരാൾക്കെങ്ങനെ ലോകത്തെ പഠിപ്പിക്കാനാകും? ആർക്കാണ് ശുദ്ധീകരണം ആവശ്യമില്ലാത്തത്?
തന്നെ സമീപിച്ചവരുടെയൊക്കെ പാപം ക്ഷമിക്കുകയാണ് ക്രിസ്തു ആദ്യം ചെയ്തത്. ഓരോ അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നതിന് മുമ്പ് നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ക്രിസ്തു പറയും. നമ്മിൽ പാപമില്ലെന്ന് നാം പറഞ്ഞാൽ നാം നമ്മെ തന്നെ ചതിക്കുന്നു എന്നാണ് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വലിയ നോമ്പിൽ എനിക്കൊരു ശുദ്ധീകരണം അനിവാര്യമാണെന്ന തിരിച്ചറിവല്ലേ ആദ്യം ഉണ്ടാകേണ്ടത്. അപ്പോൾ മറ്റുള്ളവരുടെ കുറവുകളെ മറക്കാനും പൊറുക്കാനും നമുക്കും സാധിക്കും. നാം എല്ലാവരും ദൈവത്തിൻ്റെ മുൻപിൽ അനുനിമിഷം കൈനീട്ടുന്ന യാചകരാണെന്ന ബോധ്യം ഈ വലിയ നോമ്പിൽ നമുക്കുണ്ടാകട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. സസ്നേഹം, ഈപ്പനച്ചൻ.